Kim's Health Presents 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ജൂലൈ 30 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗസയിൽ അടിയന്തര മാനുഷിക സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് ആൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ഗുദൈബിയ പാലസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തത്. പലസ്തീൻ വിഷയത്തിലുള്ള ബഹ്റൈൻ്റെ ഉറച്ച നിലപാടും നീതിയുക്തവും സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്കുള്ള പിന്തുണയും യോഗം ആവർത്തിച്ചു വ്യക്തമാക്കി. സാധാരണക്കാരെ സംരക്ഷിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, സംഘർഷം കുറയ്ക്കുക, പ്രാദേശിക സുരക്ഷയെയും സ്ഥിരതയെയും ഭീഷണിപ്പെടുത്തുന്ന അക്രമങ്ങൾ ഒഴിവാക്കുക എന്നിവയുടെ പ്രാധാന്യവും യോഗം എടുത്തു പറഞ്ഞു. ഗസയിൽ നിന്ന് വരുന്ന വാർത്തകളും ചിത്രങ്ങളും ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെയും പട്ടിണിയുടെയും ഭീകരമായ അവസ്ഥകളാണ് വെളിപ്പെടുത്തുന്നതെന്നും ബഹ്റൈൻ മന്ത്രിസഭ വ്യക്തമാക്കി. രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും നീതിന്യായ സേവനങ്ങൾ എളുപ്പമാക്കാനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനൊരുങ്ങി ബഹ്റൈൻ. പുതിയ നിയമനിർമ്മാണത്തിനായി ബഹ്റൈൻ അറ്റോർണി ജനറൽ ഡോക്ടർ അലി അൽ ബുഐനൻ അനുമതി നൽകി. ഇത് പ്രകാരം പ്രായമോ വൈകല്യമോ കാരണം സ്റ്റേഷനിൽ എത്താൻ കഴിയാത്തവരുടെ മൊഴി രേഖപ്പെടുത്താൻ അധികാരികൾ നേരിട്ട് വീട്ടിലെത്തും. നേരിട്ടുള്ള സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ വിദൂര ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും. ഇതോടൊപ്പം മുതിർന്നവരും ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം വേഗത്തിലാക്കുകയും കേസിന്റെ പുരോഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യും. ഈ വിഭാഗം വ്യക്തികളുടെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രോസിക്യൂട്ടർമാർ ലളിതമാക്കിയ നടപടിക്രമങ്ങളാവും സ്വീകരിക്കുകയെന്നും അധികൃതർ അറിയിച്ചു. ജൂൺ മാസം ബഹ്റൈൻ വിമാനത്താവളം വഴി 7,80,771 പേർ യാത്ര ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഇതിൽ 40,263 പേർ രാജ്യത്തു നിന്ന് പുറപ്പെട്ടപ്പോൾ 3,74,034 പേർ രാജ്യത്തിറങ്ങി. കൂടാതെ 1,474 കണക്ഷൻ യാത്രക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് ഇന്ത്യയിലെ ഹൈദരാബാദിലേക്കാണ്. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് 14,133 പേരാണ് ജൂണിൽ മാത്രം ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്തത്. ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിലേക്ക് 8,800 യാത്രക്കാർ യാത്ര ചെയ്തതും വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു. ജൂണിൽ മാത്രം ആകെ 8,011 വിമാനങ്ങളാണ് രാജ്യത്തിറങ്ങുകയും പുറപ്പെടുകയും ചെയ്തത്. ബഹ്റൈൻ വ്യോമപാതയിലൂടെ കടന്നുപോയത് 40,436 വിമാനങ്ങളാണ്. വ്യോമ കയറ്റുമതി ഇറക്കുമതിയുമായി ആകെ 30,351 ടൺ സാധനങ്ങളും മെയിലുകളും കഴിഞ്ഞ മാസം മാത്രം വിമാനത്താവളം കൈകാര്യം ചെയ്തു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റൈനിലെ ഫിലിപ്പിനോ സമൂഹത്തിനായി അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഫിലിപ്പീൻസ് എംബസിയുമായി സഹകരിച്ച് ഹെൽത്തി പിനോയ് ക്യാമ്പയിൻ 2025 എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് തുടക്കമിട്ടു. കഴിഞ്ഞ വർഷത്തെ വിജയകരമായ പരിപാടിയുടെ തുടർച്ചയാണ് ഇത്. ബഹ്റൈനിലെ ഫിലിപ്പീൻസ് അംബാസിഡർ അനി ജലാൻറ്റോ ഓൺ ലൂയിസ് പങ്കെടുത്ത ചടങ്ങിലാണ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. കോൺസുലാർ ബ്രയാൻ ജെസ്റ്റി ബാഗുയോ, ലേബർ അറ്റാഷെ ഓർവിൽ ബാലിറ്റോക്ക് എന്നിവരുൾപ്പെടെയുള്ള എംബസി
സിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് CEO ഡോക്ടർ ശരത്ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ ക്യാമ്പയിനിലൂടെ ഓഗസ്റ്റ് മാസം മുഴുവൻ ബഹ്റൈനിലെ എല്ലാ ഫിലിപ്പിനോ പൗരന്മാർക്കും അൽഹിലാലിന്റെ ഏതൊരു ശാഖയിലും സൗജന്യ ആരോഗ്യ പരിശോധനകൾ ലഭിക്കും. ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച മനാമയിലെ അൽഹിലാൽ മെഡിക്കൽ സെന്ററിൽ വെച്ചാണ് പരിപാടി ആരംഭിക്കുന്നത്. അന്ന് രാവിലെ 7:30 മുതൽ സൗജന്യ രക്തപരിശോധനകൾ ലഭ്യമാകും. രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ, കരൾ പരിശോധന, യൂറിക് ആസിഡ് എന്നിവ ഇതിൽ ഉൾപ്പെടും. പരിശോധനാ ഫലങ്ങൾ വിലയിരുത്തുന്നതിനായി സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനുകളും ലഭ്യമാണ്. ആരോഗ്യ സേവനങ്ങൾക്കൊപ്പം ഫിലിപ്പീൻസ് എംബസി കോൺസുലാർ സേവനങ്ങളും നൽകും. ഇതോടൊപ്പം രക്തസമ്മർദ്ദവും പ്രമേഹവും തടയുന്നതിനെക്കുറിച്ച് രാവിലെ 9 മുതൽ 10 വരെ ഒരു പ്രത്യേക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടക്കും. സുഡാനി ഫ്രം നൈജീരിയ, ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ മലയാള സിനിമകളുടെ സംവിധായകനും ആയിഷ, മോമോ ഇൻ ദുബായ്, ജാക്സൺ ബസാർ, യൂത്ത് എന്നീ സിനിമകളുടെ സഹനിർമ്മാതാവുമായ സക്രിയയ്ക്ക് ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഓഗസ്റ്റ് 1 ഉമ്മുൽ ഹസം ലോറൽ അക്കാഡമിയിൽ വെച്ച് നടക്കുന്ന ആർട്ട് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന സിനിമാ ആസ്വാദന സദസ്സിന് അദ്ദേഹം നേതൃത്വം നൽകും. ബഹ്റിനിലെ കലാകാരന്മാർക്കും സിനിമാ പ്രവർത്തകർക്കും സിനിമാ പഠിതാക്കൾക്കും ഒരുമിച്ചിരുന്ന് സംവിധായകനുമായി സംവദിക്കാനും ആശയങ്ങളും കഥകളും കൈമാറ്റം ചെയ്യപ്പെടുന്ന എഴുത്തുരീതികൾ പരിചയപ്പെടുവാനും സംവിധായകന്റെ അനുഭവങ്ങൾ കേട്ടറിയാനും അവസരം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പഠന ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുവാൻ 33526110 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ബഹ്റൈൻ ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ലയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കവിയൂർ വൈദ്യൻസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ മുൻ പ്രവാസികളും നാട്ടിൽ അവധിക്കായി എത്തിയ അംഗങ്ങളും പങ്കെടുത്തു. പ്രശസ്ത പിന്നണി ഗായകൻ സുമേഷ് ഐരൂർ വിശിഷ്ട അതിഥിയായിരുന്നു. ഫാറ്റ് പ്രസിഡന്റ് റോബി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ ജോസഫ് കല്ലൂപ്പാറ നന്ദി രേഖപ്പെടുത്തി. തോമസ് കാട്ടുപറമ്പിൽ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ഫാറ്റ് നാട്ടിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജിനും തിരുവല്ല മെഡിക്കൽ മിഷനും ആദരവ് നൽകി. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ കുമാരി ഉത്തര വിനോദിനെ അനുമോദിച്ച ചടങ്ങിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നെൽജിൻ നെപ്പോളിയൻ, ടോബി, വിനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സുമേഷ് ഐരൂർ, ബെഞ്ചമിൻ, ജോഹാൻ, ഷിജിമോൾ, ഹനോക്, ഹെറിക് എന്നിവർ അവതരിപ്പിച്ച സംഗീത പരിപാടിയും അരങ്ങേറി. അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുതായി ആരംഭിച്ച മിതാദ് വെബ്സൈറ്റിന്റെ ലോഗോ പ്രകാശനം സെന്റർ ശാസ്ത്രീയ വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സഅദുല്ല അൽ മുഹമ്മദി നിർവഹിച്ചു. സെന്റർ പ്രസിഡന്റ് TP അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാദിഖ് ബിൻ യഹ്യ സ്വാഗതം പറഞ്ഞു. വസീം അഹമ്മദ് അൽ ഹിക്കമി, സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ്, ഹംസ റോയൽ, ബിനു ഇസ്മായിൽ, കോയ ബേപ്പൂർ, അബ്ദുൽ ഗഫൂർ, ഉമ്മൽ ഹസം എന്നിവർ സന്നിഹിതരായിരുന്നു. ഷാഹിദ് യൂസഫ് നന്ദി പറഞ്ഞു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice. ബഹ്റിനിൽ മയക്കുമരുന്ന് കടത്ത് കേസിൽ 2 വിദേശികൾക്ക് ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവും 5000 ദിനാർ വീതം പിഴയും വിധിച്ചു. ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ഇരുവരെയും നാട് കടത്താനും പിടിച്ചെടുത്ത മയക്കുമരുന്ന് കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. 1-ാം പ്രതി തന്റെ ശരീരത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വിമാനമാർഗം രാജ്യത്തേക്ക് കടത്തിയതായി നേരത്തെ അധികൃതർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് അയാൾ വിതരണത്തിനായി മയക്കുമരുന്ന് 2-ാം പ്രതിക്ക് കൈമാറുകയായിരുന്നു. രാജ്യം വിടാൻ ശ്രമിച്ച 1-ാം പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷൻ
പ്രോസിക്യൂഷൻ പുറപ്പെടുവിപ്പിച്ച വാറന്റിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണം നടത്തിയതിനെ തുടർന്ന് മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും കൈവശം വെച്ച രണ്ടാമത്തെ പ്രതിയെയും അറസ്റ്റ് ചെയ്തു. രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കേസ് ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതിക്ക് കൈമാറിയത്. വ്യാജ എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബഹ്റൈനിലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ 13 വർഷം ജോലി ചെയ്ത ഏഷ്യക്കാരൻ പിടിയിലായി. കേസിൽ ക്രിമിനൽ കോടതി ഓഗസ്റ്റ് 26 വിധി പറയും. നിലവിലില്ലാത്ത ഒരു അമേരിക്കൻ സർവകലാശാലയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ ജോലി നേടിയത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തസ്തികയിൽ നിയമിക്കപ്പെട്ട ഇയാൾക്ക് 13 വർഷക്കാലത്തെ ജോലിക്കിടയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു. ഇയാളുടെ അക്കാഡമിക് യോഗ്യത പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിരുദം വ്യാജമാണെന്നും അത് നൽകിയെന്ന് പറയപ്പെടുന്ന സർവകലാശാല അമേരിക്കൻ സർവകലാശാലകളുടെ പട്ടികയിലില്ലെന്നും കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി. കോഴിക്കോട് മടവൂർ സ്വദേശി ഷാജഹാൻ മുഹമ്മദ് കുഞ്ഞിയാണ് ഇന്ന് രാവിലെ മനാമയിലെ താമസ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത്. 56 വയസ്സായിരുന്നു പ്രായം. മനാമയിലെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. സൽമാനി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ KMCC ബഹ്റൈൻ്റെ മയ്യത്ത് പരിപാലന വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്.